ഹലോ. ഒത്തിരി പഴുത്ത് കഴിഞ്ഞ പഴം നമ്മൾ വേസ്റ്റ് ചെയ്യല്ലേ സാധാരണ ചെയ്യുക. ഇനി മുതൽ അത് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് നല്ലൊരു ടേസ്റ്റി പലഹാരമാക്കിയാലോ. പക്ഷേ ഇതിന് വേണ്ടി നമുക്ക് റോബസ്റ്റ് പഴമാണ് ആവശ്യം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ആട്ട അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പ്, അതുപോലെ വെല്ലപ്പാവ്, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാവിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കേണ്ട, ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് ഈ പഴുത്ത റോബസ്റ്റ് പഴം നമ്മൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കതിൻ്റെ എത്ര മോയ്സ്ചർ അബ്സോർബ് ചെയ്യും അത്രയും നമ്മൾ നോക്കണം, കുഴച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് വെല്ലം ചുരണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം വെച്ച് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പഴുത്ത പഴമാകുമ്പോൾ അതിൻ്റെ ആ നനവിൽ തന്നെ നല്ലോണം നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം വെള്ളം ആവശ്യത്തിന് ഇച്ചിരി ഒഴിക്കണ്ടു, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇച്ചിരി ഒട്ടണം, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ആവശ്യം. അപ്പം നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കാരണം ഒരു 10 to 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു ചെറിയ ചീനച്ചട്ടിയിൽ ഞാൻ ഇച്ചിരി എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ മാവ് ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്തിനുള്ളിൽ. അപ്പം നമുക്കിത് കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയും നല്ലൊരു പാകമാണ്. അതിലേക്ക് ഞാൻ 2-3 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഇപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മക്കൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് ആക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട. നമ്മൾ വീട്ടിൽ വാങ്ങിയ പഴങ്ങളൊന്നും വെറുതെ വേസ്റ്റ് ആക്കണ്ട. പക്ഷെ നല്ല പഴമായിരിക്കണം കേട്ടോ. അതുപോലെ ബ്ലാക്ക് കളറായിട്ട് തൊലി വരുന്ന പഴം ഉപയോഗിച്ചാലേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അതേപോലെ കുറച്ചും കൂടി ഹെൽത്തിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ മതി കേട്ടോ. ഇത്രയൊന്നും എണ്ണേൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് എനിക്കും സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആക്കി നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഹെൽത്തി വേർഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്വീറ്റ് ബോണ്ടാന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്